ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഐപ്രപ്പിലേക്ക് സ്വാഗതം. നമ്മുടെ CDPO ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ എന്ന് പറയുന്ന സെഗ്മെന്റിൽ സൈക്കോളജിയിലെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് സ്കീസോഫ്രീനിയ. അതായത് മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന സെഗ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷയിൽ ഉറപ്പായിട്ടും ചോദ്യം വരുന്ന ഒരു സെഗ്മെന്റ് കൂടിയാണ് ഈ സ്കീസോഫ്രീനിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ഇഷ്യൂ? ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തരം സ്കീസോഫ്രീനിയകൾ ഉണ്ട്, ഇതിൻ്റെയൊക്കെ സിംറ്റംസ് എന്തൊക്കെയാണ് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളെ, നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ ഈ പരീക്ഷയിലെ നമ്മുടെ സൈക്കോളജിയുടെ അകത്ത് അത്യാവശ്യം ഇൻഡെപ്ത് കാര്യങ്ങൾ തന്നെ ക്വസ്റ്റ്യനായിട്ട് വരാറുണ്ട്. പ്രത്യേകിച്ചും അതൊരു മെൻ്റൽ ഡിസോർഡർ എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മൾ ഇറങ്ങി പോകേണ്ടതായിട്ടുണ്ട്. പലരും ഈ സ്കീസോഫ്രീനിയയെക്കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ആദ്യമായിട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മളിതിനെ ഭ്രാന്ത് എന്ന ഒരു തലത്തിലാണ് നമ്മളിതിനെ വ്യാഖ്യാനിക്കുന്നത്, അല്ലേ? പക്ഷേ ഈ ഭ്രാന്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒന്നും നമ്മൾ ആക്ച്വലി അതിനൊരു എക്സാക്റ്റ് ട്രാൻസ്ലേഷൻ ഒന്നും ഇല്ല. ഭ്രാന്തെന്ന് നമ്മൾ വളരെ കോമൺ ആയിട്ട് മലയാളത്തിൽ നമ്മൾ പറയുന്നതാണ്. യഥാർത്ഥത്തിൽ മെൻ്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ സ്പെക്ട്രം ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഓരോ വ്യക്തികൾക്കും ഓരോ ടൈപ്പ് ഓഫ് മെൻ്റൽ ഇഷ്യൂസ് ഉള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. അല്ലാതെ ഈ ഭ്രാന്ത് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പ്രശ്നം, അങ്ങനെ ഒരു സംഗതിയൊന്നുമില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ തെറ്റായ ചിന്തകളാണ്. യഥാർത്ഥത്തിൽ മെൻ്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു വൈഡ് സ്പെക്ട്രം ഉണ്ട്. അതിൽ ഓരോ പേഷ്യൻസിനും അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും ഓരോ പ്രശ്നങ്ങളായിരിക്കും അവർ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ മെൻ്റൽ ഡിസോർഡേഴ്സിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് വെക്കുക. അപ്പോൾ ഈ സ്കീസോഫ്രീനിയെ കുറിച്ച് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് കാണാൻ പോവുകയാണ്. സ്കീസോഫ്രീനിയ ഈസ് എ സീരിയസ് മെൻ്റൽ ഡിസോർഡർ ഇൻ വിച്ച് പീപ്പിൾ ഇൻറ്റർപ്രറ്റ് റിയാലിറ്റി അബ്നോർമലി. കുട്ടികളെ, റിയാലിറ്റിയെ അബ്നോർമലായിട്ട് ഇൻറ്റർപ്രറ്റ് ചെയ്യുന്ന ഒരു മെൻ്റൽ ഡിസോർഡറാണ് സ്കീസോഫ്രീനിയ. എന്താണ് സ്കീസോഫ്രീനിയ? അതായത് റിയാലിറ്റിയെ, യാഥാർത്ഥ്യത്തെ അസാധാരണമായ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഒരു മാനസിക പ്രശ്നമാണ് സ്കീസോഫ്രീനിയ എന്ന് പറയുന്നത്. റിയാലിറ്റി എന്ന് പറയുന്നതിനെ നേരാമണ്ണമല്ല ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പം നിങ്ങൾ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ക്ലാസ് ഒരു റിയാലിറ്റിയാണ്, അല്ലേ? ഈ ക്ലാസ് ഒരു റിയാലിറ്റിയാണ്. ഈ ക്ലാസ് നടക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുന്നു. നിങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിലോ, ഇവിടെ ഇങ്ങനൊരു ക്ലാസ് നടക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിലോ, അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ ഇരുന്ന് പഠിപ്പിക്കുന്ന ഞാൻ ഒരു വളരെ ക്രൂരനായ ഒരു വ്യക്തിയും ഒരുപാട് കൊലപാതകങ്ങളൊക്കെ ചെയ്ത ഒരാളാണെന്നൊന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിലോ, ഇതൊന്നും യാഥാർത്ഥ്യമല്ല, അല്ലേ? ഞാനൊരു പാവപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ തെറ്റായ രീതിയിൽ ഇൻറ്റർപ്രറ്റ് ചെയ്ത് തുടങ്ങുന്നു. സ്കീസോഫ്രീനിയ എന്ന് പറയുന്ന ഒരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ, സ്കീസോഫ്രീനിയ മേ റിസൾട്ട് ഇൻ സം കോമ്പിനേഷൻ ഓഫ് ഹാലൂസിനേഷൻസ്, delusions and extremely disordered thinking and behavior that impairs daily functioning and can be disabling. ഉടനെ സ്കീസോഫ്രീനിയ എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഇത് പല ടൈപ്പ് സ്കീസോഫ്രീനിയകൾ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത്, സ്കീസോഫ്രീനിയ ഉള്ള ആൾക്കാർക്ക് ഹാലൂസിനേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാകും. കുട്ടികളെ, എന്താണ് ഹാലൂസിനേഷൻ? ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ സീയിങ് വാട്ട് ഈസ് നോട്ട് ദെയർ. അതായത് അവിടെ ഇല്ലാത്ത ഒരു കാര്യത്തെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നെങ്കിൽ, നമ്മൾ കാണുന്നെങ്കിൽ, അതാണ് ഹാലൂസിനേഷൻ, ഇല്ലേ? അതായത് നമ്മളൊരു ഒഴിഞ്ഞ മുറിയിലേക്ക് നോക്കുമ്പോൾ അവിടെ രണ്ട് വ്യക്തികൾ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. എന്നാൽ അവിടെ അങ്ങനെ ഒന്നുമില്ല. അവിടെ ഒരു വ്യക്തിയായിട്ട് സാദൃശ്യമുള്ള ഒരു ഒബ്ജക്റ്റ് പോലും ഇല്ല. എംപ്റ്റി ആയിട്ടുള്ളൊരു സ്പേസിൽ നോക്കിയപ്പോൾ നമുക്ക് അവിടെ രണ്ട് വ്യക്തികൾ നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹാലൂസിനേഷൻ എന്നാണ് വിളിക്കുന്നത്. അതായത് ഇല്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഈ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തിൻ്റെ ഒരു സിംറ്റം തന്നെയാണ്? നമ്മുടെ ഈ സ്കീസോഫ്രീനിയുടെ സിംറ്റം തന്നെയാണ്. അടുത്ത നോക്കിക്കോണേ, ഡെല്യൂഷൻ. എന്താണ് കുട്ടികളെ ഡെല്യൂഷൻ? ഇപ്പം ഡെല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമുക്ക് സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യം സംഭവിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം, പലതരത്തിലുള്ള ഡെല്യൂഷൻസ് ഉണ്ട്, ടൈപ്സ് ഓഫ് ഡെല്യൂഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എന്നെ ഒരാൾ കൊല്ലാൻ വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, അല്ലേ? അതൊരു തെറ്റായ ഒരു കാര്യം, ഒരു റോങ് ബിലീഫ് എൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. എന്നെ ഒരാൾ കൊല്ലാൻ വരുന്നു, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് പാർട്ണർ എന്നെ ചീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എല്ലാവരും എനിക്കെതിരെയാണ് ആക്ട് ചെയ്യുന്നത്,
അല്ലെങ്കിൽ ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും കഴിവുള്ളവൻ. ഇതൊക്കെ ഡെല്യൂഷൻസ് ആണ്. അതൊരു റോങ് ബിലീഫ് നമ്മുടെ മനസ്സിലേക്ക് കയറി കൂടുന്നതിനെ നമ്മൾ ഡെല്യൂഷൻ എന്ന് വിളിക്കും, അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം വാസ്തവം റിയാലിറ്റി എന്താണ് എന്നുള്ളത് നമുക്കറിയാം, അല്ലേ? നമ്മളെ ഒന്ന് നോക്കുന്ന എല്ലാവരും നമ്മളെ കൊല്ലാൻ വരുന്നവരല്ല എന്ന് നമുക്കറിയാം, അല്ലേ? അല്ലെങ്കിൽ നമ്മളാണ് ലോകത്തിലെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആൾ എന്ന് നമുക്ക് അങ്ങനെയുള്ള കോൺസെപ്റ്റ് ഒന്നുമില്ല. നമ്മളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും എന്ന റിയാലിറ്റി നമുക്കറിയാം. അപ്പോൾ ഒരു തെറ്റായ ബിലീഫ് നമ്മളിൽ ഉണ്ടാകുന്നതാണ് ഡെല്യൂഷൻ. എന്നാൽ ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന തോന്നൽ, അതൊരു ഒബ്ജക്റ്റ് ആയിട്ടോ ഒരു ഇമേജ് ആയിട്ടോ നമുക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ അതാണ് ഹാലൂസിനേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഹാലൂസിനേഷൻ, ഡെല്യൂഷൻ തുടങ്ങിയതൊക്കെ സ്കീസോഫ്രീനിയയുടെ സിംറ്റത്തിൽ പെടുന്ന കാര്യങ്ങളാണ്. എക്സ്ട്രീംലി ഡിസോർഡേർഡ് തിങ്കിങ്. നമുക്ക് അറിയാം, നമ്മുടെ മനസ്സിൽ നമ്മൾ പല രീതിയിൽ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്, അല്ലേ? നമ്മുടെ ചിന്തനം എന്നൊക്കെ പറയുന്നത് വളരെ ഓർഡേർഡ് ആയിട്ട് പോകുന്നൊരു കാര്യമാണ്. എന്നാൽ റാൻഡം ആയിട്ട് ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത തരത്തിൽ നമ്മളെ ചിന്തകൾ പോകുന്നെങ്കിൽ, നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല എങ്കിൽ, ഒരു സമയത്ത് ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, മറ്റൊരു സമയത്ത് വേറൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ഈ ഒരു അവസ്ഥയൊന്ന് ആലോചിക്കുക. ഡിസോർഡേർഡ് ആയിട്ടുള്ള തിങ്കിങ് ആണ്. ആൻഡ് ബിഹേവിയർ ദാറ്റ് ഇംപെയർസ് ഡെയിലി ഫങ്ഷനിങ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ആ ഫങ്ഷനിങ്ങിനെ ബാധിക്കുകയും ഡിസേബിൾഡ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മളെ മാറ്റുകയും ചെയ്യുന്നു. ഫിസിക്കൽ ഡിസബിലിറ്റി അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഡെയിലി ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മളെ തള്ളിവിടുന്നു. ഇതൊക്കെ സ്കീസോഫ്രീനിയയുടെ പ്രശ്നങ്ങളാണ്. ഓക്കെ, അപ്പോൾ റിയാലിറ്റിയെ അബ്നോർമലായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് സ്കീസോഫ്രീനിയ. ഹാലൂസിനേഷൻ, ഡെല്യൂഷൻ, ഡിസോർഡേർഡ് തിങ്കിങ് മുതലായ ഒരുപാട് പ്രശ്നങ്ങൾ സ്കീസോഫ്രീനിയയ്ക്കുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ചോളുക, നമ്മളൊക്കെ എന്തുമാത്രം ഭാഗ്യം ചെയ്തവരാണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ ലോകത്ത് ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. സൂയിസൈഡൽ തോട്ട്സ് ആൻഡ് ബിഹേവിയർ ആർ കോമൺ അമംഗ് പീപ്പിൾ വിത്ത് സ്കീസോഫ്രീനിയ. കുട്ടികളെ, സ്കീസോഫ്രീനിയ ഉള്ളവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് സൂയിസൈഡൽ തോട്ട്സ് അല്ലെങ്കിൽ സൂയിസൈഡൽ ബിഹേവിയർ, അല്ലേ? നമ്മൾ പലപ്പോഴും ആത്മഹത്യ എന്ന വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ വല്ലാതെ അങ്ങ് ആൾക്കാർ ജഡ്ജ് ചെയ്യാറുണ്ട്. നമ്മൾ പറയുന്നത് ഇയാൾക്കൊക്കെ എന്തിൻ്റെ കുഴപ്പമാണ്, ചെറിയ കാര്യത്തിന് ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ജീവിതം ജീവിച്ച് കാണിച്ചു കൊടുക്കണ്ടേ എന്നൊക്കെ നമ്മൾ വലിയ വായിൽ സംസാരിക്കും. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇയാൾ എന്ത് അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്കറിയില്ല. സ്കീസോഫ്രീനിയ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് സൂയിസൈഡൽ തോട്ട്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജീവിതം അവസാനിപ്പിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതലാണ്. നമ്മുടെയൊക്കെ മനസ്സ് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ സൂയിസൈഡ് ചെയ്യാതെ നിൽക്കുന്നത്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെയൊക്കെ മനസ്സിന് അത്ര കട്ടിയുള്ളത് കൊണ്ടാണ്, കട്ടിയുള്ളതല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി നമുക്കുള്ളത് കൊണ്ടാണ് നമ്മളാരും സൂയിസൈഡ് ചെയ്യാത്തത്. ആ പിടി വിട്ടു പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ആരറിഞ്ഞു അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മൾക്ക് സൂയിസൈഡൽ തോട്ട്സ് വരില്ല എന്ന്, ഇല്ലേ? എന്തിനേറെ പറയുന്നു, ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു മൈൻഡ് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് പോലും ചില സിറ്റുവേഷൻസിൽ സൂയിസൈഡൽ തോട്ട്സ് ചിലപ്പോൾ മുകളിലേക്ക് കയറി വരും. അത് ചെയ്യാതിരിക്കുന്നത് നമ്മുടെ എല്ലാം മനക്കെട്ടി കൊണ്ട് മാത്രമാണ്, അല്ലേ? അപ്പം നമുക്ക് സൂയിസൈഡൽ തോട്ട്സ് എന്ന് പറയാൻ നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാവരെ കൊണ്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ചില ആൾക്കാരെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും സ്കീസോഫ്രീനിയൊക്കെ പോലെയുള്ള ഇഷ്യൂസ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇത് വളരെ പ്രിവലൻ്റ് ആണ്. ചിലരത് ചെയ്യുകയും ചെയ്യും. നമ്മുടെ പരീക്ഷയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്കീസോഫ്രീനിയയുടെ പഴയകാല പേര് അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. സ്കീസോഫ്രീനിയയുടെ പഴയകാല പേരെന്ന് പറയുന്നത് ഡിമെൻഷ്യ പ്രീകോക്സ് എന്നാണ്. ഓക്കെ, സ്കീസോഫ്രീനിയ എന്ന് പറയുന്നത് പണ്ട് അതിനെ വിളിച്ചിരുന്നത് ഡിമെൻഷ്യ പ്രീകോക്സ് എന്നാണ്. കുട്ടികളെ, ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, മറവി രോഗം. പ്രീകോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നേരത്തെ വരുന്ന ഇഷ്യൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഏർലി ഓൺസെറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ജീവിതത്തിൽ ഇച്ചിരി നേരത്തെ വരുന്ന ഒരു മറവി രോഗമായിട്ടാണ് പണ്ട് സ്കീസോഫ്രീനിയ മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ പിന്നീട് അത് ശരിയല്ല എന്ന് മനസ്സിലായി. കാരണം ഇതൊരു വെറും ഒരു മറവിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമല്ല, ഇതൊരു വലിയ റേഞ്ച് ഓഫ് സിംറ്റംസ് കാണിക്കുന്ന ഇഷ്യൂ ആണ്. അപ്പോൾ പണ്ട് സ്കീസോഫ്രീനിയെ വിളിച്ച പേര് ഡിമെൻഷ്യ പ്രീകോക്സ് എന്നാണ്. അപ്പോൾ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളെ, നിങ്ങളതൊന്ന് ഓർത്ത് വെച്ചേക്കുക. നമ്മുടെ പരീക്ഷയ്ക്ക് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫോമർ നെയിം ഓഫ് സ്കീസോഫ്രീനിയ എന്ന് പറയുന്നത് ഡിമെൻഷ്യ പ്രീകോക്സ് ആണ്, മറന്നു പോകരുത്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. സ്കീസോഫ്രീനിയയുടെ സിംറ്റംസ് എന്താണ് നമുക്കൊന്ന് നോക്കിയാലോ. ഇതിപ്പോ ഒരു ജനറൽ ആയിട്ട് നമ്മൾ പറയുന്നു എന്ന് മാത്രം, കാരണം ഓരോ സ്കീസോഫ്രീനിയകൾ വ്യത്യസ്ത തരത്തിലുള്ള സ്കീസോഫ്രീനിയകൾ ഉണ്ട്, അതിനെല്ലാം വ്യത്യസ്ത സിംറ്റംസ് ആണ്. എന്നാലും നമ്മളൊരു ജനറലൈസ്ഡ് ആയിട്ട് കോമൺ ആയിട്ട് കുറച്ച് സിംറ്റംസ് പറയുന്നു. ഒന്ന് ഡെല്യൂഷൻ, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. സ്കീസോഫ്രീനിയയുടെ ഒരു സിംറ്റം എന്ന് പറയുന്നത് ഡെല്യൂഷൻ ആണ്.
അല്ലേ? റോങ് ബിലീഫ്, തെറ്റായ ഒരു ചിന്ത നമ്മളിലേക്ക് വരുന്നു, അല്ലേ? ഒരാൾ എന്നെ ഫോളോ ചെയ്യുന്നു, ഒരാൾ എന്നെ കൊല്ലാൻ വരുന്നു, എൻ്റെ ലൈഫ് പാർട്ണർ എന്നെ ചീറ്റ് ചെയ്യുന്നു, ലോകം മൊത്തം എന്നെ ഒറ്റപ്പെടുത്തുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളെ നമുക്ക് ഡെല്യൂഷൻ എന്ന് വിളിക്കാം. ഡെല്യൂഷൻ. രണ്ടാമത്തത് ഹാലൂസിനേഷൻ. ഓൾറെഡി നമ്മൾ പറഞ്ഞു, കുട്ടികളെ ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒരു കാര്യം, അതൊരു വ്യക്തി ആയിക്കോട്ടെ, ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, അത് ഉള്ളതായിട്ട് നമ്മൾ ചിന്തിക്കുന്നു, നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു. അതാണ് ഇതൊരു വിശ്വാസമല്ല. ഡെല്യൂഷൻ എന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ്. ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റിയൽ ആയിട്ട് കാണുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാം, നമ്മുടെ കണ്ണിന് മുൻപ് നമുക്ക് കാണുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുക. ഈ ഡ്രഗ്സ് ഒക്കെ അടിച്ചു കയറ്റുന്ന ആൾക്കാർ ഇല്ലാത്ത കാര്യം ഉള്ളതായിട്ടൊക്കെ തോന്നുമല്ലോ, അതാണ് ഹാലൂസിനേഷൻ കേട്ടോ, അത് ഡെല്യൂഷൻ അല്ല. ഡിസോർഗനൈസ്ഡ് തിങ്കിങ്, അതും നമ്മൾ പറഞ്ഞു അല്ലേ? അത് അടുക്കും ചിട്ടയും ഇല്ലാത്ത തരത്തിലുള്ള ചിന്തനവും സ്പീച്ചും സംസാരവും ഡിസോർഗനൈസ്ഡ് ആയിട്ട് മാറാറുണ്ട് ചില സ്കീസോഫ്രീനിയക്കാർക്ക്. എക്സ്ട്രീംലി ഡിസോർഗനൈസ്ഡ് ആൻഡ് ഓർ അബ്നോർമൽ മോട്ടോർ ബിഹേവിയർ, ഒട്ടും അടുക്കും ചിട്ടയും ഇല്ലാത്ത ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള മോട്ടോർ ബിഹേവിയർ, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ അബ്നോർമലായിട്ട് ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റുകൾ കാഴ്ചവെക്കാം. കുട്ടികൾ, ഇതിനൊക്കെയാണ് നമ്മുടെ സ്കീസോഫ്രീനിയയുടെ ജനറലൈസ്ഡ് സിംറ്റംസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോഴും ഞാൻ പറയുന്നു, സ്കീസോഫ്രീനിയകൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, അതിൻ്റെ സിംറ്റംസും അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? ഓക്കെ അല്ലേ? അപ്പോൾ സിംറ്റംസ് ഓഫ് സ്കീസോഫ്രീനിയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യം നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. വളരെ എളുപ്പം തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് സ്കീസോഫ്രീനിയ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയയാണ്. കാരണം ഇത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഇതിൻ്റെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി നമുക്ക് ആ ഒരു അതിൻ്റെ ഒരു തീവ്രത നമുക്ക് ഉൾക്കൊണ്ട് തന്നെ ഇതിനെ പഠിച്ചെടുക്കാൻ നമുക്ക് പറ്റും. കാരണം അത്രയ്ക്കും പ്രശ്നങ്ങൾ ഈ പറഞ്ഞ സ്കീസോഫ്രീനിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇൻ മെൻ, schizophrenia symptoms typically start in the early to mid-20s. In women, symptoms typically begin in the late 20s. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്ക് ഈ സ്കീസോഫ്രീനിയ കുറച്ചും കൂടെ നേരത്തെ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു ഏർലി അല്ലെങ്കിൽ മിഡ് 20s പുരുഷന്മാരിൽ സ്കീസോഫ്രീനിയയുടെ സിംറ്റംസ് കാണിക്കാറുണ്ട്. എന്നാൽ സ്ത്രീകളിലെ ഓൺ ആൻ ആവറേജ് നോക്കുമ്പോൾ ഒരു 20കളുടെ അവസാനത്തോടു കൂടിയാണ് പലർക്കും സ്കീസോഫ്രീനിയയുടെ ഒരു ആരംഭം ഉള്ളതായിട്ട് കാണുന്നത്. ഇറ്റ്സ് അൺകോമൺ ഫോർ ചിൽഡ്രൻ ടു ബി ഡയഗ്നോസ്ഡ് വിത്ത് സ്കീസോഫ്രീനിയ. കുട്ടികൾക്ക് സ്കീസോഫ്രീനിയ എന്ന രീതിയിൽ ഡയഗ്നോസ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം കുട്ടികൾക്ക് പൊതുവെ അങ്ങനെ സ്കീസോഫ്രീനിയ വരാറില്ല. ആൻഡ് റയർ ഫോർ ദോസ് ഓൾഡർ ദാൻ ദി ഏജ് ഓഫ് 45. 45 വയസ്സിന് ശേഷവും സ്കീസോഫ്രീനിയ അങ്ങനെ പൊതുവെ തുടങ്ങാറില്ല. ചിലപ്പോൾ ആ സമയത്തായിരിക്കും കണ്ടുപിടിക്കുന്നത് എങ്കിലും അതിന് മുൻപ് തന്നെ ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടാകും. അല്ലാതെ 45 വയസ്സിന് ശേഷം സ്കീസോഫ്രീനിയ തുടങ്ങുന്നില്ല. സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല, എക്സെപ്ഷണൽ കേസുകൾ ഉണ്ടായിരിക്കാം. കുട്ടികൾക്കും പൊതുവെ സ്കീസോഫ്രീനിയ അങ്ങനെ ചെറുപ്പകാലത്ത് കാണപ്പെടാറില്ല. അപ്പോൾ ഇതാണ് സ്കീസോഫ്രീനിയയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വരാൻ സാധ്യതയുണ്ട്, പുരുഷന്മാർക്ക് കുറച്ചും കൂടെ നേരത്തെ വരാൻ ആണ് സാധ്യത എന്നുള്ളത് ആലോചിക്കുക. അപ്പോൾ ആൺ പെൺ വ്യത്യാസം അവിടെ ഇല്ല, രണ്ടു പേർക്കും ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ ഫ്രണ്ട്സ്? ഓക്കെ അല്ലേ? വ്യക്തമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്കീസോഫ്രീനിയ എന്ന് പറയുന്നത് ഒരു ഒറ്റ ടൈപ്പ് അല്ല. സ്കീസോഫ്രീനിയക്കകത്ത് പല ടൈപ്പ് സ്കീസോഫ്രീനിയകളുണ്ട്. കൂടുതൽ 5 ടൈപ്പ് സ്കീസോഫ്രീനിയയെ നമ്മൾ ഇന്ന് പഠിക്കുകയാണ്. ഓക്കെ, ഒരു 5 ടൈപ്പ് സ്കീസോഫ്രീനിയ, ആ 5 ടൈപ്പിന്റെ സിംറ്റംസും അതിന്റെ പ്രശ്നം എന്താണെന്നും നമ്മുടെ പരീക്ഷയിൽ ചോദിക്കും. വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മേഖലയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. കൂടുതൽ ഏറ്റവും ആദ്യത്തെ സ്കീസോഫ്രീനിയ എന്ന് പറയുന്നത് പാരനോയിഡ് സ്കീസോഫ്രീനിയ. ഏറ്റവും ആദ്യത്തെ സ്കീസോഫ്രീനിയാണ് പാരനോയിഡ് സ്കീസോഫ്രീനിയ. ദിസ് ഇസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് സ്കീസോഫ്രീനിയ. നല്ലൊരു ചോദ്യമാണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്കീസോഫ്രീനിയ ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് സ്കീസോഫ്രീനിയ? എന്നിട്ട് ഒരു 3 എക്സ്ട്രാ ഓപ്ഷൻസും കൂടെ തന്നിട്ട് ഇവനെയും കൂടെ അതിൻ്റെ അകത്തോട്ടം ഇടും. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന സ്കീസോഫ്രീനിയ എന്ന് പറയുന്നത് പാരനോയിഡ് സ്കീസോഫ്രീനിയ. ഇറ്റ് മേ ഡെവലപ്പ് ലേറ്റർ ഇൻ ലൈഫ് ദാൻ അതർ ഫോംസ്. പാരനോയിഡ് സ്കീസോഫ്രീനിയ മറ്റ് ടൈപ്പുകളെ പോലെയല്ല, ഇത് ഉണ്ടായി വരാൻ കുറച്ചും കൂടെ താമസമുണ്ട്. ബാക്കി സ്കീസോഫ്രീനിയകളൊക്കെ കുറച്ചും കൂടെ നേരത്തെ വരുമ്പോൾ പാരനോയിഡ് സ്കീസോഫ്രീനിയ കുറച്ചും കൂടെ ലേറ്റ് ആയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. സിംറ്റംസ് ഇൻക്ലൂഡ് ഹാലൂസിനേഷൻ, ഡെല്യൂഷൻ, ബട്ട് യുവർ സ്പീച്ച് ആൻഡ് ഇമോഷൻസ് മേ നോട്ട് ബി അഫക്റ്റഡ്. പാരനോയിഡ് സ്കീസോഫ്രീനിയ എന്ന് പറയുമ്പോൾ ഇവിടെ ഹാലൂസിനേഷനും ഉണ്ട്, ഡെല്യൂഷനും ഉണ്ട്. പക്ഷേ നിങ്ങളുടെ സംസാരമോ നിങ്ങളുടെ വികാരങ്ങളോ ഒന്നും ഇവിടെ ബാധിക്കപ്പെടുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് ഹാലൂസിനേഷൻ ഉണ്ടാകും, നമുക്ക് ഡെല്യൂഷൻ ഉണ്ടാകും. പക്ഷേ നമ്മുടെ സംസാരം, സ്പീച്ചോ നമ്മുടെ വികാരങ്ങൾ, ഇമോഷൻസിനോ ഒന്നും അത് അഫക്റ്റ് ചെയ്യില്ല.
നമ്മൾ ഹാലൂസിനേറ്റ് ചെയ്യുന്നു, ഡെല്യൂഷൻസ് ഉണ്ടാകുന്നു, ബാക്കി പ്രശ്നങ്ങളൊന്നും നമുക്ക് ഇവിടെ ഉണ്ടാകുന്നില്ല. പക്ഷെ അതൊരു മേജർ ഇഷ്യൂ ആണ്. ഹാലൂസിനേഷൻ ഡെല്യൂഷൻ എന്നൊക്കെ പറയുന്നത് ഒരു വലിയൊരു ഇഷ്യൂ ആണ്. കാരണം ഹാലൂസിനേറ്റ് ചെയ്യുമ്പോൾ ഇതാണോ റിയാലിറ്റി എന്ന് ഇതാണ് റിയാലിറ്റി എന്ന് നമ്മൾ വിശ്വസിച്ച് പോവുകയാണ് അല്ലേ. അപ്പോൾ അതൊരു ഇഷ്യൂ തന്നെയാണ്. പക്ഷേ സ്പീച്ചിലും ഇമോഷൻസിലും ഒന്നും പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് തന്നെ ആൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതാണ് പാരനോയിഡ് സ്കീസോഫ്രീനിയ, ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് സ്കീസോഫ്രീനിയ. ഒന്നാമത്തെ സ്കീസോഫ്രീനിയ മനസ്സിലായോ? പാരനോയിഡ് സ്കീസോഫ്രീനിയ. കൂട്ടിലെ രണ്ടാമത്തതാണ് ഹെബിഫ്രെനിക് സ്കീസോഫ്രീനിയ. ഹെബിഫ്രെനിക് സ്കീസോഫ്രീനിയ. ഈ വാക്കൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടുകയൊന്നും വേണ്ട. 2 വട്ടം വായിക്കുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടുന്ന വാക്ക് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ പരീക്ഷയിൽ ചോദിക്കുകയും ചെയ്യും. ഹെബിഫ്രെനിക് സ്കീസോഫ്രീനിയ, ഓൾസോ നോൺ ആസ് ഡിസോർഗനൈസ്ഡ് സ്കീസോഫ്രീനിയ. കൂട്ടിലെ ഹെബിഫ്രെനിക് സ്കീസോഫ്രീനിയയുടെ മറ്റൊരു പേരാണ് ഡിസോർഗനൈസ്ഡ് സ്കീസോഫ്രീനിയ. ഡിസോർഗനൈസ്ഡ് സ്കീസോഫ്രീനിയ എന്ന വിളിപ്പേരുള്ളത് ഹെബിഫ്രെനിക് ടൈപ്പിനാണ്. ദിസ് ടൈപ്പ് ഓഫ് സ്കീസോഫ്രീനിയ ടിപ്പിക്കലി ഡെവലപ്സ് വെൻ യു ആർ 15 to 25 years old. നോക്കിക്കോണം, ഏർലി 20s എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും ചില സ്കീസോഫ്രീനിയകൾ നേരത്തെയും വരാം. 15 മുതൽ 25 വയസ്സിന് ഇടയിലാണ് പൊതുവെ ഈ ഹെബിഫ്രെനിക് സ്കീസോഫ്രീനിയ ആരംഭിക്കുന്നത്. കുറച്ചുകൂടെ നേരത്തെയാണ്. സിംറ്റംസ് ഇൻക്ലൂഡ് ഡിസോർഗനൈസ്ഡ് ബിഹേവിയേഴ്സ് ആൻഡ് തോട്ട്സ് അലോങ് സൈഡ് ഷോർട്ട് ലാസ്റ്റിംഗ് ഡെല്യൂഷൻസ് ആൻഡ് ഹാലൂസിനേഷൻസ്. ഇവിടെയും ഡെല്യൂഷൻസും ഹാലൂസിനേഷൻസും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ തോട്ട്സും ബിഹേവിയേഴ്സും ഒക്കെ ഡിസോർഗനൈസ്ഡ് ആണ്. പാരനോയിഡിന്റെ കേസിലേക്ക് വന്നപ്പോൾ അത്ര പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഹെബിഫ്രെനിക്കിലേക്ക് വന്നപ്പോൾ ഇവരുടെ പെരുമാറ്റത്തിലും ഒരു ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്, ഇവരുടെ ചിന്തിക്കുന്ന രീതിയിലും ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. ഡിസോർഗനൈസ്ഡ് ആണ്. അതുകൊണ്ടാണ് അതിനെ ഡിസോർഗനൈസ്ഡ് സ്കീസോഫ്രീനിയ എന്ന് വിളിക്കുന്നത്. യു മേ ഹാവ് ഡിസോർഗനൈസ്ഡ് സ്പീച്ച് പാറ്റേൺസ്. പാരനോയിഡ് ഇല്ലാതിരുന്ന പ്രശ്നം, സംസാരിക്കുന്ന രീതിയിൽ ഡിസോർഗനൈസേഷൻ ഉണ്ട്. ആൻഡ് അതേഴ്സ് മേ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് യു. നിങ്ങൾ എന്താ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല അല്ലേ, അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തി എന്ത് പറയുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം അവരുടെ സംസാര രീതി ഡിസോർഗനൈസ്ഡ് ആണ്. പാരനോയിഡ് സ്കീസോഫ്രീനിയയിൽ ആ പ്രശ്നമില്ല, പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം സ്പീച്ചിനെയും ഇമോഷൻസിനെയും ഒന്നും അത് സാരമായിട്ട് ബാധിക്കുന്നില്ല. പക്ഷേ ഇവിടെ അതല്ല സ്ഥിതി. ഹെബിഫ്രെനിക് സ്കീസോഫ്രീനിയയിൽ കംപ്ലീറ്റ് ഡിസോർഗനൈസ്ഡ് ആണ്. ഡെല്യൂഷൻസ്, ഹാലൂസിനേഷൻസ് ഉണ്ട്, ബിഹേവിയർ, തോട്ട്സ്, സ്പീച്ച് ഇതെല്ലാം ഡിസോർഗനൈസ്ഡ് ആണ്. People living with the disorganized schizophrenia often show little or no emotions in their facial expressions, voice tone and mannerism. പക്ഷേ ഈ ഹെബിഫ്രെനിക് സ്കീസോഫ്രീനിയ ഉള്ള ആൾക്കാർക്ക് ഉള്ള പ്രത്യേകത, ഇവർ ഇമോഷൻസ് നേരാവണ്ണം കാണിക്കില്ല. അതായത് മുഖത്ത് ഇപ്പോൾ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം പറയുന്നു, അവരുടെ ഫേസ് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നതിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, ഒരു സന്തോഷമൊന്നും മുഖത്ത് കാണില്ല. എന്നാൽ സംസാരത്തിലെങ്കിലും ഒരു സന്തോഷം തോന്നണ്ടേ, അതും കാണത്തില്ല. വോയിസ് ടോണിലും കാണത്തില്ല. മാനറിസംസിലെങ്കിലും ഒരു സന്തോഷം കാണിക്കണ്ടേ, അതും ഉണ്ടാവില്ല. അപ്പോൾ ദേഷ്യം വന്നാൽ, സങ്കടം വന്നാൽ, സന്തോഷം വന്നാൽ ഒന്നും ഇവരുടെ ഫേസ് എക്സ്പ്രഷൻസിലോ വോയിസ് ടോണിലോ മാനറിസത്തിലോ ഒന്നും എന്തുണ്ടാവില്ല, ഈ പറയുന്ന ഇമോഷൻസ് എന്ന് പറയുന്ന അവർ കാണിക്കില്ല. ഒരു ഫ്ലാറ്റ് ആയിട്ടാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഹെബിഫ്രെനിക് സ്കീസോഫ്രീനിയയുടെ ഒരു ടിപ്പിക്കൽ ലക്ഷണമാണ്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ ഡിസോർഗനൈസ്ഡ് സ്കീസോഫ്രീനിയ എന്ന് വിളിക്കുന്നു. കംപ്ലീറ്റ് കാര്യങ്ങളും ഇവിടെ ഡിസോർഗനൈസ്ഡ് രീതിയിലാണ് ഇവർ നടത്തുന്നത്. ഡെല്യൂഷൻസും ഹാലൂസിനേഷൻസ് ഒക്കെ ഉണ്ട്. സ്പീച്ച് എന്നൊക്കെ പറയുന്നതൊന്നും നമുക്ക് വ്യക്തമാവില്ല പലപ്പോഴും. ഇവർക്ക് ഇമോഷൻസ് ഇവർ എക്സ്പ്രഷനിലോ വോയിസ് ടോണിലോ മാനറിസത്തിലോ കാണിക്കുന്നില്ല. ഇതൊക്കെ കൊണ്ടാണ് ഇതിനെ ഡിസോർഗനൈസ്ഡ് സ്കീസോഫ്രീനിയ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കുട്ടികളെ, രണ്ടാമത്തെ ടൈപ്പ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഹെബിഫ്രെനിക് സ്കീസോഫ്രീനിയ. കുട്ടികളെ, മൂന്നാമത്തത് ഒരു രസകരമായിട്ടുള്ളൊരു ടൈപ്പാണ് കാറ്ററ്റോണിക് സ്കീസോഫ്രീനിയ. കാറ്ററ്റോണിക് സ്കീസോഫ്രീനിയ, നിങ്ങൾക്ക് ഇവിടെ ഒരു ഇമേജിൽ കാണാം, ഒരു വ്യക്തി എന്തോ ഒരു പ്രത്യേക രീതിയിൽ കൈകൾ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ദിസ് ഈസ് ദ റെയറസ്റ്റ് സ്കീസോഫ്രീനിയ ഡയഗ്നോസിസ്. അതായത് നമ്മൾ പഠിക്കുന്ന സ്കീസോഫ്രീനിയയിൽ വളരെ റെയറായിട്ടുള്ളൊരു സ്കീസോഫ്രീനിയാണ് കാറ്ററ്റോണിക് സ്കീസോഫ്രീനിയ. Characterized by unusual, limited and sudden movements. ഈ കാറ്ററ്റോണിക് സ്കീസോഫ്രീനിയുടെ ഒരു പ്രത്യേകത, ഇവർ ചിലപ്പോൾ കുറേ നേരം അനങ്ങാതിരിക്കും. അനങ്ങാതിരിക്കുക എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനി മൂവ്മെന്റ്, നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതായത് ഒരു അനക്കവും ഇല്ലാതെ ഇവർ ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ രീതിയിൽ ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ ഈ പടത്തിൽ കാണുന്ന വ്യക്തി ഇതേ ഇരിപ്പ് ചിലപ്പോൾ ഒരു 10-15 മിനിറ്റ് ഇതേ രീതിയിലിരിക്കും. ഓക്കെ, അത് അവർ ആ പൊസിഷനിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അവരത് മാറ്റും, എന്നിട്ട് അവർ ചിലപ്പോൾ വേറൊരു പൊസിഷനിലായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അൺയൂഷ്വൽ, ലിമിറ്റഡ് ആൻഡ് സഡൻ മൂവ്മെന്റ്സ്, ഇതാണ് കാറ്ററ്റോണിക് സ്കീസോഫ്രീനിയയുടെ ലക്ഷണങ്ങൾ. യു മേ ഓഫൻ സ്വിച്ച് ബിറ്റ്വീൻ ബീയിങ് വെരി ആക്റ്റീവ് ഓർ വെരി സ്റ്റിൽ.
വളരെ നേരം ആക്റ്റീവ് ആയിട്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് സ്റ്റില്ലായിട്ട് മാറുകയാണ്. യു മേ നോട്ട് ടോക്ക് മച്ച്, സംസാരം അധികം ഇല്ല. യു മേ മിമിക് അതേഴ്സ് സ്പീച്ച് ആൻഡ് മൂവ്മെന്റ്. എന്നാൽ നമ്മൾ സംസാരിക്കുന്നത് അവരതേപടി ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യുകയോ നമ്മൾ നടക്കുന്നതോ ഇരിക്കുന്നതോ ആയിട്ടുള്ള രീതി അവർ ഇമിറ്റേറ്റ് ചെയ്യുകയോ ചെയ്യും. യൂട്യൂബിലൊക്കെ ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഈ കാറ്ററ്റോണിക് സ്കീസോഫ്രീനിയയിലുള്ള ബാധിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഈ ഡോക്ടേഴ്സ് വന്നിരുന്നിട്ട് കൈ ഇങ്ങനെ അവർ കൈ ഉയർത്തുമ്പോൾ ഇവരും കൈ ഉയർത്തും, അവർ കാല് ഉയർത്തുമ്പോൾ ഇവരും കാല് ഉയർത്തും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം മറ്റുള്ള വ്യക്തി ചെയ്യുന്നത് മിമിക് ചെയ്യാനുള്ള പ്രവണത, ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് സ്റ്റില്ലായിട്ട് മാറുക, പെർട്ടിക്കുലർ ബോഡി പോസ്റ്റേഴ്സിൽ കുറേ നേരം അങ്ങനെ തന്നെ അനങ്ങാതെ നിൽക്കുക, ഇതൊക്കെയാണ് കാറ്ററ്റോണിക് സ്കീസോഫ്രീനിയയുടെ ഒരു പ്രത്യേകത. നിങ്ങൾ ആലോചിക്കേ, നമ്മളിതൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് പറഞ്ഞു പോകുന്നെങ്കിലും ഇതൊക്കെ അനുഭവിക്കുന്ന വ്യക്തികളുടെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക അല്ലേ. അവരറിയുന്നില്ല, പക്ഷേ അവർ വാട്ട് ആർ ദേ ഗോയിങ് ത്രൂ എന്നുള്ള ഒരു വലിയൊരു ചോദ്യമുണ്ടല്ലോ. ഇതാണ് കാറ്ററ്റോണിക് സ്കീസോഫ്രീനിയ, നമ്മുടെ മൂന്നാമത്തെ സ്കീസോഫ്രീനിയാണ്. ഓക്കെ അല്ലേ കുട്ടികളെ? നാലാമത്തെ നോക്കിയേ, നാലാമത്തതാണ് അൺഡിഫറൻഷിയേറ്റഡ് സ്കീസോഫ്രീനിയ. അൺഡിഫറൻഷിയേറ്റഡ്, അതായത് ഇത് ഏത് തരം സ്കീസോഫ്രീനിയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. യുവർ ഡയഗ്നോസിസ് may have some signs of paranoid, hebephrenic or catatonic schizophrenia, but it doesn't obviously fit into one of these types alone. കാണുമ്പോൾ പാരനോയിഡ് പോലെയോ ഹെബിഫ്രെനിക് പോലെയോ കാറ്റാറ്റോണിക് പോലെയോ ഒക്കെ നമുക്ക് തോന്നും, പക്ഷെ ഏതിൻ്റെ പരിധിയിൽ കൊണ്ടുവരണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സ്കീസോഫ്രീനിയാണ് അൺഡിഫറൻഷിയേറ്റഡ് സ്കീസോഫ്രീനിയ. പാരനോയിഡിന്റെ സിംറ്റംസ് കാണിക്കാം, ഹെബിഫ്രെനിക്കിന്റെ സിംറ്റംസ് കാണിക്കാം, ഈവൻ കാറ്റാറ്റോണിക്കിന്റെ സിംറ്റംസ് കാണിക്കാം. എന്നാൽ ഓരോന്നാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അല്ലാന്ന് തോന്നും. സോ ബേസിക്കലി വി കനോട്ട് ഡിഫറൻഷിയേറ്റ്. അതാണ് ഇതിന് ഇങ്ങനെ ഒരു പേര് വന്നിരിക്കുന്നത്, അൺഡിഫറൻഷിയേറ്റഡ് സ്കീസോഫ്രീനിയ. ഇത് ഏതാണ്, ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. ഇതാണ് അൺഡിഫറൻഷിയേറ്റഡ് സ്കീസോഫ്രീനിയ. അങ്ങനെയെങ്കിൽ കുട്ടികളെ നമുക്ക് ഒരു സ്കീസോഫ്രീനിയയും കൂടെയാണ് പഠിക്കാനുള്ളത്, റെസിഡുവൽ സ്കീസോഫ്രീനിയ. യു മേ ബി ഡയഗ്നോസ്ഡ് വിത്ത് റെസിഡുവൽ സ്കീസോഫ്രീനിയ ഇഫ് യു ഹാവ് എ ഹിസ്റ്ററി ഓഫ് സൈക്കോസിസ്. കുട്ടികളെ, സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഈ മാനസികമായിട്ടുള്ള ഇഷ്യൂസ് തന്നെ, ഹാലൂസിനേഷൻസും ഡെല്യൂഷൻസും ഒക്കെ വരുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ സൈക്കോസിസ്. സൈക്കോസിസിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കണം. അപ്പോൾ സൈക്കോസിസ് എന്ന് പറയുന്നൊരു ഇഷ്യൂ മുൻപുണ്ടായിരുന്ന വ്യക്തികൾക്ക് ഈ റെസിഡുവൽ സ്കീസോഫ്രീനിയ വരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ, ദേ ഓൺലി എക്സ്പീരിയൻസ് നെഗറ്റീവ് സിംറ്റംസ്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ദേ ഓൺലി എക്സ്പീരിയൻസ് നെഗറ്റീവ് സിംറ്റംസ്. കുട്ടികൾ, അതായത് സ്കീസോഫ്രീനിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡേഴ്സുമായി ബന്ധപ്പെട്ട് പോസിറ്റീവ് സിംറ്റംസും ഉണ്ട്, നെഗറ്റീവ് സിംറ്റംസും ഉണ്ട്. പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യവും ഓവറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് സിംറ്റമാണ്. ഓക്കെ, ഇപ്പോൾ ഒരുപാട് കാര്യം ഹാലൂസിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് ഭയങ്കര വൈൽഡായിട്ട് സംസാരിക്കുക, പൊട്ടിച്ചിരിക്കുക, ഇതെല്ലാം പോസിറ്റീവ് സിംറ്റമാണ്. നോർമൽ ബിഹേവിയറിൽ നിന്നും കുറവ് ബിഹേവിയറെ കാണിക്കുന്നുണ്ടെങ്കിൽ അതാണ് നെഗറ്റീവ് സിംറ്റംസ്. ഇപ്പോൾ നോക്കണേ, സ്ലോ മൂവ്മെന്റ് നോർമൽ മൂവ്മെന്റിനേക്കാൾ കുറവാണ്. പുവർ മെമ്മറി നോർമൽ മെമ്മറിയേക്കാൾ കുറവാണ്. ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ നോർമൽ കോൺസെൻട്രേഷനേക്കാൾ കുറവാണ്. പുവർ ഹൈജീൻ നോർമൽ ഹൈജീനേക്കാൾ കുറവാണ്. എന്തും കുറഞ്ഞ അവസ്ഥയിൽ കാണപ്പെടുന്ന സിംറ്റംസ് ആണ് നെഗറ്റീവ് സിംറ്റംസ്. റെസിഡുവൽ സ്കീസോഫ്രീനിയയുടെ ഒരു പ്രത്യേകത, ഇവർ പോസിറ്റീവ് സിംറ്റംസ് അല്ല കാണിക്കുന്നത്, ഇവർ നെഗറ്റീവ് സിംറ്റംസ് ആണ് കാണിക്കുന്നത്. എല്ലാ കാര്യങ്ങളും കുറവ് മാത്രമാണ്. മൂവ്മെന്റ് കുറവ്, മെമ്മറി കുറവ്, കോൺസെൻട്രേഷൻ കുറവ്, ഹൈജീൻ കുറവ്. ഇതാണ് റെസിഡുവൽ സ്കീസോഫ്രീനിയ. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ പണ്ട് സൈക്കോസിസ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് റെസിഡുവൽ സ്കീസോഫ്രീനിയ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവരുടെ പ്രത്യേകത എന്താണ് കുട്ടികളെ? നിങ്ങൾ പഠിച്ചു വെക്കേണ്ടുന്ന കാര്യമാണ്. നെഗറ്റീവ് സിംറ്റംസ് ആണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇവർ ഇവിടെ കാഴ്ചവെക്കുന്നത്, പോസിറ്റീവ് സിംറ്റംസ് അല്ല. ഓക്കെ ആണോ ഫ്രണ്ട്സ്? ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ 5 തരത്തിലുള്ള സ്കീസോഫ്രീനിയെ കുറിച്ച് നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നോക്കിക്കോണേ, നമ്മുടെ മെൻ്റൽ ഡിസോർഡേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചെറിയൊരു ഏരിയ ആണെങ്കിലും ഇതിൻ്റെ അകത്തുനിന്ന് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള വകുപ്പുള്ള ഒരു സെഗ്മെൻറ്റ് കൂടിയാണ്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്ട് ഓഫീസർ എന്ന് പറയുന്ന നമ്മുടെ കോഴ്സ്, അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായിട്ട് കുറേ കൂടെ ഡെപ്തിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമ്മുടെ ഈ ഇന്നത്തെ സെഷൻ മനസ്സിലായി, ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയെങ്കിൽ കുട്ടികളെ, നമ്മുടെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്ട് ഓഫീസറിൻ്റെ ബാച്ച് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമൊക്കെ അറിയാൻ നിങ്ങൾ ആ ചാനലിൻ്റെ അകത്ത് ഒരു ഹായ് ഇട്ടാൽ മാത്രം മതി. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് മറ്റൊരു സെഗ്മെന്റുമായിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് സോ മച്ച്.